വഴിയുടെ മറ്റേത് പവിത്രണ്ണാന്നും പറഞ്ഞ് പുറയെന്ന് മാറത്തില്ലായിരുന്നല്ലോ. ഇപ്പഴെന്തെന്നാ കണ്ടിട്ടൊരു വലിയ കനപ്പ്. പരീക്ഷ ജയിച്ചോടി. എടി നിന്നെ പീസിൽ നിന്ന് പഠിപ്പിച്ചോന്നാ ചോദിക്കുന്നേ. പരീക്ഷ ജയിച്ചോന്ന്? ഇല്ല. ഇപ്പൊ പിന്നെ നീ എന്ത് ചെയ്യുന്നു? ടൈപ്പിന് പോണു. ആര് പഠിപ്പിക്കുന്നു? അവിടുത്തെ സാറന്മാര്. അതല്ല ചോദിച്ചത്, ആര് ഫീസ് തരുന്നു? ഇപ്പൊ അവിടെ പോയിട്ട് വരുന്നു? മില്ലില് കാപ്പിയും പലഹാരം കൊണ്ട് കൊടുക്കാൻ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടി വിചാരിക്കരുത് കേട്ടോ. മറ്റവൾ എങ്ങനെ പോയാലും നിന്നെ ഒരു നല്ല നിലയിൽ ആക്കിയെടുക്കണമെന്ന് ഞാൻ അന്നേ വിചാരിച്ചതാ. എന്ത് പറ്റും ഉറുപ്പേ? സാറിനെ കാണണമെന്ന് പറഞ്ഞു. ഒരു പെണ്ണ്. പെണ്ണോ? ഇത് മറ്റോടെ അനിയത്തിയാണല്ലോ. അതെ. സ്റ്റാൻഡില് കാർ ഇട്ടോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഈ കൊച്ചു വന്ന് കാറേ കയറി. വണ്ടി വിടാൻ പറഞ്ഞു. വണ്ടി വിട്ടു. കുറെ ഇങ്ങ് പോന്നപ്പോഴാണ് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. അതെന്തോ കുഴപ്പത്തിനാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വണ്ടി നിർത്തി. ഇറങ്ങാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്തേ ഇറങ്ങുന്നില്ല. പിടിച്ചെറുക്കുമെന്ന് പറഞ്ഞപ്പോ എങ്കിലും ഒന്ന് കാണാമെന്ന് പറഞ്ഞു. ഒറ്റ ഇരിപ്പ. സാറിനെ കണ്ട് എന്തോ പറയാനുണ്ട് പോലും. ഏതായാലും കുറച്ച് കാര്യം ചെയ്യും. അവളോട് ഞാൻ വരാൻ പറ. ഞാൻ മില്ലത്തിരിക്കാം. വണ്ടി നിൽക്കട്ടെ. എന്താ അവിടെ പോകാൻ പറഞ്ഞിട്ട് പോയാൽ മതി. ഓ. എന്താ പറഞ്ഞു? എന്തേലും വിശേഷമുണ്ടോ? നീ ഇപ്പോ ടൈപ്പിന് പോകുന്നില്ലേ? ഉണ്ട്. ടൈപ്പ് നല്ലതാ. ജോലി കിട്ടാൻ എളുപ്പമാണ്. ദിവസം പോകണ്ടേ? ഉണ്ട്. ഇന്നിപ്പോ അവിടുന്ന് വരുമ്പോഴാ അണ്ണന്റെ കാറ് കിടക്കുന്ന കണ്ടത്. അപ്പോഴ് അതിലൊന്ന് കയറണമെന്ന് ആശ തോന്നി. കേറി കഴിഞ്ഞപ്പോഴാ കൈ കാശില്ലെന്ന കാര്യം ഓർത്തത്. എങ്കിൽ പിന്നെ അണ്ണനോട് കാര്യം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. അത്രയുള്ളൂ. ഞാൻ വിചാരിച്ചു നീ ഇന്നലെ ചേച്ചിയെ പോലെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടുവരിക. ഞാൻ കളി പറഞ്ഞതാണേ. ആമേ പിന്നെ ഇങ്ങനെയാണോ കളി പറയുന്നേ? ഒരു വയറ്റിൽ നിന്ന് പോകുന്നതെന്ന് വെച്ച് എല്ലാരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. നീ ഇല്ലേ, നിന്നെ വിഷമിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്. അണ്ണനെ കാണണമെന്ന് തോന്നിയതുകൊണ്ടും കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇല്ല, അണ്ണനെ അറിഞ്ഞുകൂടാ. അവളുടെ ഇന്നത്തെ ആ വരവും പോക്കും എന്തിനായിരുന്നു എന്ന് അറിയണമല്ലോ കൊടുക്കും. അതെ, സംശയിക്കേണ്ട വർക്കമാണ്. അതുകൊണ്ടാ നമുക്കൊരു കാര്യം ചെയ്താലോ. ഇന്നത്തെ നേരത്തിന് കാർ അവിടെ കൊണ്ടിട്ട് ഇന്ന് വിളിച്ചോണ്ട് വന്നാലോ? കേറിയില്ലെങ്കിലോ? കേറാതിരിക്കുമോ?
ഇപ്പൊ ആള് വിട്ട് വിളിപ്പിച്ചേ? അയ്യോ, ഇങ്ങോട്ട് ടൗണിലേക്ക്. അയ്യോ, നീ എന്താ പാദസരി വിടാത്തെ? ഞാനിപ്പോ വീട്ടിൽ ചെന്നിട്ട് എന്ത് പറയുമോ എന്തോ. നിന്റെ അണ്ണൻ വാങ്ങിച്ചെന്നാന്ന് പറയണം. നിന്റെ ചേച്ചിയും ആ നസ്രാണിയും തമ്മിൽ എങ്ങനെയാ ഇപ്പം? ആ, ഞാനൊന്നും തിരക്കാറില്ല. ഞങ്ങള് തമ്മിലിപ്പം വലിയ മിണ്ടാട്ടം പോലുമില്ല. അണ്ണനെ വഞ്ചിച്ചതോടെ ഞാനും അവരെ അങ്ങ് വെറുത്തു. ചേച്ചിക്ക് ആർത്തി കൂടിയതുകൊണ്ടാ ഇപ്പൊ കിടന്ന് കഷ്ണിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്താ മഹാറാണിയെ പോലെ കഴിയരുതായിരുന്നു. അവൾക്ക് അതിനുള്ള യോഗമില്ല. ആർക്കറിയാം, ചിലപ്പോ നിനക്കായിരിക്കും അതിനുള്ള യോഗം വെച്ചേക്കുന്നത്. വേണ്ട, എനിക്ക് വേണ്ട. എനിക്ക് വയറ്റിന് നല്ല സുഖമില്ല. എന്താ മാമി നിനക്ക്? ഒന്നുമില്ല. നമുക്ക് എവിടെങ്കിലും ഒരു മുറി എടുക്കാം. എനിക്ക് ഭാമിയോട് ചില കാര്യങ്ങൾ ഉള്ളോറും ചോദിക്കാറുണ്ട്. എടുക്കട്ടെ? 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 എനിക്കിഷ്ടക്കേടൊന്നുമില്ല. എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ? എന്തെങ്കിലും പറ്റിയാല് ഇന്ന് ഞാൻ അങ്ങനെ കൈവിടുമെന്ന് എന്നെ അങ്ങനെയാണ്. അതല്ല, അണ്ണനെ കുറിച്ച് നാട്ടുകാർ എന്തൊക്കെയാ പറയുന്നതെന്ന് അണ്ണൻ അറിഞ്ഞൂടാ. എല്ലാരും പറയുന്നത് കള്ളനോട്ടടിച്ചോ
നോട്ടട വെച്ചൊക്കെയാ അണ്ണൻ കാശുകാരനായതെന്ന. മനസ്സിന് വിഷമമാവുമല്ലോ എന്ന് കണ്ട് ഞാനൊന്നും ഇത്രയും നാൾ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. തന്തയില്ലാത്തൊരു കൊച്ചിനെ പ്രസവിക്കാൻ എനിക്ക് മടിയൊന്നുമില്ല. അതിനെനിക്ക് ആരെയും, എന്റെ ചേച്ചിയെ പോലും പേടിയുമില്ല. പക്ഷെ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഒരു കള്ളനോട്ടുകാരനാണെന്ന് ആളുകൾ പറഞ്ഞാൽ അതെനിക്ക് സഹിക്കില്ല. ആമേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. കരച്ചിൽ നിർത്തിട്ട് നീ ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിക്കും. എടി പൊട്ടി, ഞാൻ കള്ളനോട്ടുകാരനല്ല. നോട്ട് അടവച്ചിട്ടല്ല ഞാൻ കാശുകാരനായത്. പിന്നെങ്ങനെയാ ചുമ്മാ തന്നെ കാശുകാരനാവും? നീ അതി കരച്ചിൽ നിർത്തി. ഞാൻ പറയാം. എന്തോന്ന്? ഞാൻ എങ്ങനെ ഭഗവാനായി? ഓ, അണ്ണൻ പറയൂല. പറയാമെന്ന് പറഞ്ഞാൽ പറയും. കരയരുതെന്ന്. ജാനകിയോട് പോലും പറഞ്ഞിട്ടില്ല. നിന്നോട് പറയുകയാണ്, വേറൊരു ചെങ്ങി പോകരുത്. പിന്നെ അത്ര വിഷമമുണ്ടെങ്കിൽ പറയണ്ട. ഇല്ല, പറയാം. എന്റെ വറുത്തെടുത്താൽ പോലും ഞാനിതൊരൊറ്റ ആളോട് പറയൂല. നേര് പറഞ്ഞാൽ നീ ഇത് വിശ്വസിക്കില്ല. നീയെന്നല്ല, ആരും വിശ്വസിക്കില്ല. സത്യത്തിൽ എനിക്ക് ബോധം ഒതുക്കിയായിരുന്നു. വേറൊന്നുമല്ല ഉണ്ടായത്. മാമച്ചന്റെ പാത്രം ഒട്ടിച്ചു എന്ന് പറഞ്ഞ് എന്റെ പേർക്ക് പ്രമാദമായൊരു കേസുണ്ടായിരുന്നു. അറിയാം. ആ പാത്രം എനിക്ക് ആർക്കും വിൽക്കാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് ടൗണിൽ പോയപ്പോ ഞാനൊരു വ്യാപാരിയെ കണ്ടു. ഒരു അത്ഭുത മനുഷ്യൻ. കള്ളൻ എന്ന് പറഞ്ഞ സാക്ഷാൽ കള്ളൻ. അങ്ങേരും അങ്ങേരുടെ ഒരു പാത്രക്കാടും എനിക്കാകെ ബഹുമാനം തോന്നിയിട്ടുള്ള ഒരേ ഒരു കള്ളനും അങ്ങേരാ. അങ്ങേരെ ഞാൻ മനസ്സാ ഗുരുവായി സങ്കല്പിച്ചു. അങ്ങേരെ 1 രൂപയും വാങ്ങിച്ചോണ്ട് ഞാൻ മടങ്ങിപ്പോന്നു. പക്ഷേ പിന്നെ എനിക്ക് മോട്ടിക്കാൻ തോന്നാതായി. ഞാനൊക്കെ എന്തോന്ന് കള്ളൻ എന്നെനിക്ക് എപ്പോഴാ മനസ്സിലായത്. 1-2 ആഴ്ച അങ്ങനെയും കഴിഞ്ഞു. എന്റെ ബുദ്ധിക്കൊരു പതർച്ച പോലെ. മോട്ടിക്കാൻ പോകാൻ വയ്യ. പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു ദിവസം തോന്നി പോയി അദ്ദേഹത്തെ കാണാം, കണ്ട് കാര്യം പറയാമോ. അന്ന് തന്നെ സന്ധ്യയ്ക്ക് ജനയുടെ കയ്യിൽ നിന്ന് 2 രൂപയും വാങ്ങിച്ച് ഞാൻ നടന്നു. എങ്ങോട്ടാ പോകുന്നതെന്നോ എന്തിനാ പോകുന്നതെന്നോ എനിക്ക് തന്നെ അറിഞ്ഞൂടാ.
എനിക്കെന്തോ ആ പ്രതിമയോട് വല്ലാത്തൊരിഷ്ടം തോന്നി. പാത്രങ്ങളുടെ ആ കാടിന്റെ ഓർമ്മയ്ക്കായി അത് കയ്യിലിരിക്കട്ടെ എന്നെനിക്ക് തോന്നി. അതൊരു മോഷണമേ ആയിരുന്നില്ല. കാണിച്ചത് തെറ്റായിപ്പോയി എന്നെനിക്ക് തോന്നി. വിശ്വസിച്ച് രഹസ്യവാതിൽ വരെ കാണിച്ചു തന്ന ഗുരുവിനെയാണ് വഞ്ചിച്ചതെന്നോർത്തപ്പോ വല്ലാത്ത വിഷമമായി. എനിക്കൊന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നി. സത്യത്തിൽ ക്ലാവ് പിടിച്ച ആ പാമ്പിൻ പുറ്റ് പോയത് കൊണ്ട് വ്യാപാരിക്ക് എന്തെങ്കിലും പോയിന്നല്ല. കള്ളനായിരുന്നേലും നിഷ്ഠയുള്ള കള്ളനായിരുന്നു ഞാൻ. എന്റെ നിഷ്ഠയാ നേര് പറഞ്ഞ എന്റെ ഉയർച്ച. തെറ്റ് തെറ്റാണെന്നും ഈ തെറ്റും കൊണ്ട് നടന്നാൽ ഒരു കാലത്തും എഴുച്ച ഉണ്ടാവുകയില്ലെന്നും എനിക്ക് തോന്നി. വരുന്നത് വരട്ടെ. ഒടുവിൽ ഞാൻ അങ്ങനെ അങ്ങ് തീരുമാനിച്ചു. വ്യാപാരിയെ ചെന്ന് കാണാം, ഉച്ചമേറ്റു പറഞ്ഞ് സാധനം തിരിച്ചേൽപ്പിക്കാം. ഒന്നുകിൽ അദ്ദേഹം സന്തോഷിക്കും, അതല്ല പിടിച്ച് പോലീസിൽ കൊടുക്കാൻ ആ ഭാവമെങ്കിൽ അങ്ങനെ നടക്കട്ടെ. എല്ലാം വരും പോലെ. പവിത്രനോ? പിന്നെ എന്തൊക്കെ ഉണ്ട്? നീ ആള് കൊള്ളാമല്ലോ. അതിലേക്ക് നോക്കട്ടെ. ഓരോ സാധനങ്ങള് എവിടുന്ന് കിട്ടുന്നു നിനക്കിതൊക്കെ? കൈമളെ കൊണ്ടുപോയെന്ന് തൂക്കി നോക്ക. മുതലാളി, എന്താ കൈമളെ? പത്ര ഇതിന് ഞാൻ എന്ത് വിലയാ തരേണ്ടത്? അപ്പോഴേ പവിത്രൻ തന്നെ ഒരു വില പറ. ന്യായം പോലെ ചെയ്താൽ മതി. എന്റെ ഒരു പാടും ദുരിതവും ഇവിടേക്കും അറിവുള്ളതാണല്ലോ. ഇപ്പൊ ഇത്രേ ഉള്ളൂ.